ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവമാതൃത്വ തിരുനാൾ ക്രിസ്തീയ പാരമ്പര്യത്തിലെ ഏറ്റവും പുരാതനവും പ്രധാനപ്പെട്ടതുമായ മരിയൻ തിരുനാളാണ് പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ ദൈവമാതൃത്വ തിരുനാൾ. പുതുവർഷം സഭ ആരംഭിക്കുന്നത് തന്നെ പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ ദൈവമാതൃത്വ തിരുനാൾ ആഘോഷമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ജനുവരി 1 ദൈവമാതാവിൻ്റെ തിരുനാളായി കത്തോലിക്കാ സഭ ആഘോഷിക്കാൻ തുടങ്ങിയത് 1970 പോൾ 6 പാപ്പയുടെ കാലം മുതലാണ്. യേശുവിൻ്റെ അമ്മ എന്ന പദവി വിവരിക്കാൻ പല പേരുകളും പരിശുദ്ധ അമ്മയ്ക്ക് നൽകുന്നുണ്ടെങ്കിലും ആദ്യത്തേത് ദൈവമാതാവ് എന്നതാണ്. മനുഷ്യരാശി മുഴുവൻ്റെയും മാതാവാകാൻ യേശു തൻ്റെ അമ്മയെ നമുക്ക് നൽകി. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ദൈവമാതൃത്വ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ അനാഥരല്ല, നമുക്കും ഒരു അമ്മയുണ്ട് എന്ന സത്യം നാം ഓർമ്മിക്കണം. ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതലേ ദൈവത്തിൻ്റെ അമ്മയാകാനുള്ള ഗുണങ്ങൾ കൊണ്ട് ദൈവം പരിശുദ്ധ അമ്മയെ സമ്പന്നയാക്കി. മറിയം ദൈവമാതാവ് എന്ന സത്യം മനസ്സിലാക്കിയ എലിസബത്ത് പുണ്യവതി ഇങ്ങനെ ഉദ്ഘോഷിച്ചു: എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ നിന്ന്? ലോകത്ത് ഒരു സ്ത്രീക്കും ലഭിക്കാത്ത അനുഗ്രഹമാണ് പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചത്. ഒരേ സമയം കന്യകയും അമ്മയുമാണ് മറിയം. ബെനഡിക്ട് 16 മാർപ്പാപ്പ പരിശുദ്ധ അമ്മയെപ്പറ്റി ഇപ്രകാരം പറയുന്നു: പ്രപഞ്ച സൃഷ്ടിക്ക് ശേഷം വിരിഞ്ഞ ഏറ്റവും മനോഹരമായ പുഷ്പമാണവൾ, ഒരു പുതിയ വസന്തകാലം പ്രദാനം ചെയ്ത പനിനീർ പൂവ്. പ്രതികൂല സാഹചര്യങ്ങളിൽ ജീവിക്കേണ്ടി വന്ന വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. എങ്കിലും പ്രതീക്ഷയും ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസവും ദൃഢമായ പ്രത്യാശയും അമ്മയ്ക്ക് കരുത്തേകി. ദൈവമാതാവിനെ മാതൃകയാക്കി ഈ പുതുവർഷം ആരംഭിക്കാൻ നമുക്ക് ശ്രമിക്കാം. ജീവിതത്തിൽ പരിശുദ്ധ കന്യകാ മറിയത്തിലൂടെ ഒരു പുതിയ അധ്യായം കൂടി എഴുതി ചേർക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആമേൻ.